ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭരണപക്ഷത്തെ ഒരു MLA ഗുരുതരമായ ഒരു പരാതി ഉന്നയിക്കുന്നു. പോലീസ് സംരക്ഷണം വേണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് എനിക്ക് വേണ്ട, എനിക്കൊരു തോക്ക് തന്നാൽ മതിയെന്ന്. ഭരണപക്ഷത്തെ ഒരു MLA പറയുന്നു ADGP നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരെയും എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നു എന്ന് പറയുന്നു. ആ വിവരം നിങ്ങളെങ്ങനെ അറിഞ്ഞു ചോദിക്കുമ്പോൾ MLA പറഞ്ഞത് ഞാൻ ചോർത്തിയെന്ന്. ADGP ചോർത്തുന്നു, ADGPയുടെ ഫോൺ MLA ചോർത്തുന്നു. എന്തൊരു വലിയ ദുരവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ADGP അജിത് കുമാറും പിന്നെ സുജിത് ദാസിനോട് സൂചിപ്പിക്കാനായിട്ടുള്ള അയാളുടെ ഫോൺ സംഭാഷണം നമ്മൾ കേട്ടു. നാണം തോന്നി. അയാളിപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കിയാൽ പോലും ഒരു കുഴപ്പമില്ലാത്ത അത്ര വലിയ ധനസമ്പാദന അയാൾ നടത്തിയിട്ടുണ്ട്. അയാളുടെ ഇൻകം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അയാള് മലപ്പുറത്തുള്ള ഒരു വിവാദ വനിതയ്ക്ക് 2 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാമോ എന്ന് ചോദിച്ചതിന്റെ അടക്കമുള്ള പരാതികളും വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് എല്ലാവരും മോശമാണെന്ന് പറയുന്നില്ല. ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീവ്രവാദികളെക്കാൾ കൊള്ളക്കാരേക്കാൾ വലിയ കൊള്ളക്കാരായി സേനയ്ക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കൊള്ളക്കാരുടെ പ്രത്യേകത അവർക്ക് നിയമപരമായ ട്രെയിനിങ് ലഭിക്കുന്നില്ല. ഇപ്പൊ ഈ സുജിത് ദാസിന്റെ അജിത് കുമാറിന്റെ ഒക്കെ പ്രത്യേകത, ഒരു കേസ് വന്നാൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് ആ തെളിവ് കൂടി നശിപ്പിച്ചിട്ടാണ് ഇവരെല്ലാം ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അജിത് കുമാറിനെതിരായിട്ട് ഒരു ഭരണപക്ഷ MLA ഗുരുതരമായ പരാതി പറഞ്ഞിട്ട് DGP അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് കൂടെ അന്വേഷിക്കാൻ വെച്ചിരിക്കുന്ന ആരെയാ? അജിത് കുമാറിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ട 2 ലോ ആൻഡ് ഓർഡർ ഉദ്യോഗസ്ഥരെയാണ് ആ വിഷയം അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അജിത് കുമാറിന് എന്താ തലസ്ഥാനത്തൊന്നും മാറ്റാത്തത്? ഇന്നലെ രാവിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും അജിത് കുമാറിന്റെ പ്രസംഗവും എല്ലാം നമ്മൾ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അജിത് കുമാറിനെ മാറ്റാൻ പോവുകയാണെന്ന് വിചാരിച്ചു. ഇന്നലെ പോലീസ് സേനയ്ക്കകത്ത് അജിത് കുമാറിനെ മാറ്റാൻ തീരുമാനിക്കുമ്പോൾ അജിത് കുമാർ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാറിനെ മാറ്റാൻ കഴിയാത്തത്. കാരണം സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ മധ്യസ്ഥയായി പ്രവർത്തിച്ചത് അജിത് കുമാറാണ്, അവരെ കൺവിൻസ് ചെയ്യാനായിട്ട്. അപ്പോ മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിനോടുള്ള ഭയമാണ്, പേടിയാണ് അജിത് കുമാറിന്റെ പദവി. കാരണം കൊടിസുനി TP ചന്ദ്രശേഖരനെ പോലുള്ള ആളുകളെ കൊല്ലാനായിട്ട് പാർട്ടി നിയോഗിച്ചതുപോലെ തൊപ്പി വെച്ച് യൂണിഫോം ഇട്ട് CPM മുഖ്യമന്ത്രി പിണറായി വിജയനും കൊട്ടേഷൻ ഏൽപ്പിച്ചിരുന്ന കൊടിസുനിയാണ്, യൂണിഫോംഡ് IPS കൊടിസുനിയാണ് ശ്രീ അജിത് കുമാർ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് നടപടിയെടുക്കാത്തത്. അപ്പൊ ഈ P ശശിക്കെതിരായിട്ടുള്ള ഈ വിഷയത്തിനകത്തടക്കം നിരവധിയായ ആക്ഷേപങ്ങളും പരാതികളും വരുന്നുണ്ട്. അപ്പോൾ P ശശിയെ തലസ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തണം, അജിത് കുമാറിനെ ഒഴിവാക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആക്ഷേപങ്ങളെല്ലാം. അദ്ദേഹവും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിലും അതുപോലെ തന്നെ അല്ലാതെയും പരാതികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതെ, അതിന്റെ മെയിൻ്റനൻസും അതെ. ഞാൻ അയച്ചുതരാം ഡീറ്റെയിൽസ് അയച്ചുതരാം. അതെ സ്പോർട്സ് കൗൺസിൽ എന്റെ എഗ്രിമെന്റ് ഉൾപ്പെടെ എല്ലാം അയച്ചുതരാം. അതെ, അവരാണ് ഇതിന്റെ മെയിൻ്റനൻസും, അവരാണ് ഇത് ഈ 3 വർഷത്തേക്കുള്ള എഗ്രിമെന്റ് ആണ്. അപ്പൊ ഈ വാടക പണം മുഴുവൻ ഇവർക്കാണ് കിട്ടുന്നത്. ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത് ഏതാണ്ട് 50,000 രൂപയ്ക്കൊക്കെയാണ് സാധാരണഗതി വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ ഡീറ്റെയിൽസ് അയച്ചുതരാം. ഈ ടെൻഡർ 3-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെ ഈ ടെൻഡറിന്റെ പീരീഡ് വരുന്നു. 18-ാം തീയതിയാണ് ടെൻഡർ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ എഗ്രിമെന്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട വിചിത്രമായ ഒരു കരാറാണ്. വേറെ ആരും കോട്ട് ചെയ്തിട്ടുമില്ല. വേറെ ആരെങ്കിലും കോട്ട് ചെയ്തെങ്കിൽ ഈ ചെറിയ പണത്തിന് 1,21,000 എന്ന ചെറിയ പണത്തിന് ഈ എഗ്രിമെന്റ് കിട്ടുകയില്ല. സുജിത്ത് അന്വേഷിച്ചിട്ടുള്ള വിഷയങ്ങൾ നോക്കണം. സുജിത്ത് അന്വേഷിച്ചിട്ടുള്ള കേസുകൾ, താനൂരിലെ കസ്റ്റഡി മരണം ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. താനൂരിലെ കസ്റ്റഡി മരണം എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റൽ കൊലപാതകമല്ല. അപകടത്തിൽ ഒരു മർദ്ദനത്തിനിടയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു കൊലപാതകമല്ല താനൂരിലെ കൊലപാതകം. താനൂരിലെ കൊലപാതകത്തിന് പിന്നിൽ കോൺസ്പിറസി ഉണ്ട്. അത് ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് സുജിത്തിന്റെ കസ്റ്റംസിലെ ബന്ധം. സുജിത്ത് കസ്റ്റംസ് ഇൻസ്പെക്ടർ ആയിരുന്നു. അയാൾ ആ കസ്റ്റംസ് ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഓരോ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെയും രീതികളും സ്വഭാവങ്ങളും ബോധ്യമുള്ളത് കൊണ്ടാണ് അയാളെ തന്നെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് അന്വേഷിച്ചു. നിങ്ങൾ പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകരല്ലേ? 10 ദിവസത്തിനിടയിൽ എത്ര ആളുകളെ അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു.
ഇപ്പോൾ പോലും അയാളെ മാറ്റുന്നില്ലല്ലോ. അയാളെ മാറ്റാത്തതിന്റെ കാരണം എന്താ? ഇപ്പൊ അജിത് കുമാറിനെതിരായിട്ട് റിപ്പോർട്ട് വരണമെന്ന് വിചാരിക്കാം. സുജിത് ദാസിനെ മാറ്റണമെങ്കിൽ ആ ഫോൺ റെക്കോർഡിംഗ് മാത്രം പോലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്, ഈ സേനയ്ക്കകത്തെ ഒരു പ്രോട്ടോകോൾ ഉണ്ടല്ലോ, ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെതിരായിട്ട് മോശമായ പരാമർശം ഉണ്ടായതിന്റെ പേരിൽ മാത്രം അയാളെ പുറത്താക്കാമല്ലോ. സുജിത് ദാസിനും അതുപോലെ തന്നെ അജിത് കുമാറിനെതിരായിട്ട് IPS ഉദ്യോഗസ്ഥർ തന്നെ കൊടുത്തിരിക്കുന്ന പരാതി ഉണ്ടല്ലോ. ആ പരാതിയൊക്കെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണല്ലോ. അജിത് കുമാറിനെതിരായിട്ട് IPS ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന പരാതിയുണ്ട്. അപ്പൊ ഈ ക്രിമിനലുകൾക്ക്, പോലീസ് സേനയ്ക്കകത്തെ ക്രിമിനലുകൾക്ക് വലിയ തോതിലുള്ള ഇമ്മ്യൂണിറ്റിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.